അവനി ഡിഫൈൻസ് എർത്ത്, അതായത് 9 സെൻറ്റ് പ്ലോട്ടിൽ പ്രകൃതിയോട് ചേർന്നൊരു വീട്. ദിസ് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എടവണ്ണപ്പാറ, മലപ്പുറം. When we look at the site, we can see on the left side of the site is located with the Arika garden, which makes the site more beautiful and elegant actually. പൊതുവേ നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് വരുമ്പം നമുക്ക് 2 ഓപ്ഷൻസാണ് തരാറ്, വിച്ച് ഷുഡ് ബി ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി. ആൻഡ് ഈ ക്ലയൻറ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് ട്രഡീഷണലേ വേണ്ട, പക്ക കണ്ടംപററി ആർക്കിടെക്ചർ ഫോളോ ചെയ്യണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൊക്കേഷന് പറ്റിയ ഒരു ഡിസൈൻ ഞങ്ങൾ ഈ സൈറ്റ് വന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നു. ഈ ഒരു സൈറ്റിൽ ഞങ്ങൾക്കുണ്ടായിരുന്നൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചലഞ്ച് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ഞങ്ങളെ മുന്നിൽ തന്നിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. മാക്സിമം ഉള്ളിലോട്ട് ലൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതുമായിരുന്നു അവരുടെ മെയിൻ റിക്വയർമെൻറ്റ്. ആൻഡ് ദേ നീഡ് കംപ്ലീറ്റ്ലി ഫ്രീഡം ഓൾ അറൗണ്ട് ദ ഹൗസ്. അവനി ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ നാച്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കാലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളത് മാക്സിമം അത് ഇതിൽ ഉൾക്കൊള്ളണം എന്നത് ഞങ്ങളൊരു വാശി തന്നെയായിരുന്നു. ഇതിൻ്റെ എക്സ്റ്റീരിയർ സറൗണ്ടിങ്സ് മാക്സിമം കാഴ്ച വേണമെന്നുള്ളത് ഞങ്ങളുടെ അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീടിന് കംപ്ലീറ്റ്ലി 3 ബാൽക്കണീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ബാൽക്കണീസ് എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് വരുന്ന 2 ബാൽക്കണി, അതിൽ one is attached to the bedroom and one is like an open terrace. When we comes to the sit out, actually we used a bench idea. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്പേസിനെ നമ്മൾ മാക്സിമം എലഗൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ we given 2 rocks behind it and behind that we given calathea plants. When we enters to the interior portion of this house, one of our main focal area is the living area actually. ലിവിങ് ഏരിയ മാക്സിമം ഓപ്പൺ ആവണം എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ വലിയൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ഡബിൾ ഹൈറ്റഡ് വിൻഡോസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് വി ഹാവ് എ ചലഞ്ച് ദാറ്റ് എക്സ്റ്റീരിയർ ലൈറ്റിനെ എങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ വലിയൊരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ഡബിൾ ഹൈറ്റഡ് വിൻഡോ നമുക്കത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് മെയ്ഡ് ദാറ്റ് സ്പേസ് മോർ സ്പേഷ്യസ് ഓൾസോ. അത് തന്നെയായിരുന്നു ഈ ലിവിങ് ഏരിയ ഈസ് വൺ ഓഫ് അവർ ഫോക്കൽ ഏരിയ ഓഫ് ദിസ് ഹൗസ്. ഞങ്ങൾ ആദ്യം തന്നെ ഇത് വീട് പണിയുമ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് ഓവർ ഇൻറ്റീരിയൽ വർക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ഓവർ ഇൻറ്റീരിയൽ ഇല്ലാതെ എന്നാൽ ഇൻറ്റീരിയൽ വർക്കുള്ള മാതിരി മൊത്തത്തിൽ ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റെയർ കേസിലോട്ട് വരുമ്പോൾ സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ള സ്പേസിനെ മാക്സിമം സ്പേഷ്യസ് ആയിട്ട് കുറച്ച് വൈഡ് ആക്കിയിട്ട് കൊടുത്തേക്കാണ്. അതൊരു കിഡ്സ് ഫ്രണ്ട്ലി ഏരിയ ആണ്. അത് ഒരു ഫാമിലി ഗാദറിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, കിഡ്സിന് ഒരു സ്റ്റഡി മീൻസ് പ്ലേ ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാം. അതിനൊക്കെ പറ്റിയൊരു ഗാദറിംഗ് സ്പേസ് ആയിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് സമയങ്ങളിലൊക്കെ ചായ കുടിച്ചിരിക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സിറ്റിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനും നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ വരാനും നല്ലൊരു ശാന്തത കിട്ടാനൊക്കെ നല്ലൊരു ഇതാണ്. When we comes to the dining area, കംപ്ലീറ്റ്ലി ഫ്രീ സ്പേസ് വേണമെന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ഒരു വലിയൊരു റിക്വയർമെൻറ്റ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് മോർ അറ്റാച്ച്ഡ് ടു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും മോർ അറ്റാച്ച്ഡ് ആണ്, ഈവൻ ടു ദ കിച്ചൺ ഓൾസോ. കിച്ചൺ ഏരിയ ആവട്ടെ വി യൂസ്ഡ് ദ ഗ്രീൻ ആൻഡ് വൈറ്റ് തീം ആക്ച്വലി, ആൻഡ് ഈവൻ ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പൺ കിച്ചൺ, വി യൂസ്ഡ് ദ മോഡേണൈസ്ഡ് ഐഡിയ ഓവർ ഇറ്റ്. അതുകൊണ്ട് തന്നെ കിച്ചൺ മോർ സ്പേഷ്യസ് ആയി ഫീൽ ചെയ്യിപ്പിക്കാനും ഞങ്ങൾക്ക് ആ ഒരു ഡിസൈനിൽ കൊണ്ടുവരാൻ തന്നെ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. മാസ്റ്റർ ബെഡ്റൂം മാക്സിമം ലൈറ്റ് ഉള്ളിലോട്ട് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ വി യൂസ്ഡ് ദ ബിഗ് വിൻഡോസ് ആൻഡ് ഈവൻ മോർ വി യൂസ്ഡ് ഫോർ ദ ക്രോസ് വെന്റിലേഷൻ വി ഗിവൺ എ സ്മോൾ വിൻഡോ ഓൾസോ, ആൻഡ് ദാറ്റ് ഓൾസോ മെയ്ഡ് ദാറ്റ് ഇൻറ്റീരിയർ മോർ
ബ്യൂട്ടിഫുൾ ആക്ച്വലി. മാസ്റ്റർ ബെഡ്റൂമിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിച്ചതും ആ ഒരു വിൻഡോൻ്റെ പ്ലേസ്മെൻറ്റ് തന്നെയായിരുന്നു. അനദർ ബെഡ്റൂം ഈസ് ദ കിഡ്സ് റൂം. ദേ ഹാവ് എ സ്മോൾ 3 കിഡ്സ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ അവരുടെ ബെഡ്റൂം എപ്പോഴും എലഗൻ്റ് ആവണം ആൻഡ് ദേ നീഡ് എ കളർ പാറ്റേൺ ലൈക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്രിഡ്ജ് ഫീല് നമ്മൾ ഇതിലൂടെ പാസേജിലൂടെ പോകുമ്പം കിട്ടണം എന്നുള്ളത് ഞങ്ങളൊരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വി യൂസ്ഡ് ഡബിൾ ഹൈറ്റ് ഏരിയ ഈ ഒരു ബ്രിഡ്ജിനെ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ബെഡ്റൂം ഓഫ് ദിസ് ഹൗസ് ഈസ് ലൈക്ക് ബോയ് ബെഡ് ആക്ച്വലി. കാരണം ഹി വാസ് വൺ ഓഫ് ദ മാസ്റ്റർ മൈൻഡ് ഓഫ് ദിസ് ഡിസൈൻ. ഹി ഹാസ് എ മെയിൻ റിക്വയർമെൻറ്റ് ദാറ്റ് ഹി നീഡ്സ് എ ബാൽക്കണി. ഒരു ബാൽക്കണി വേണം എന്നുള്ളത് അവൻ്റെ ഫസ്റ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു. അത് ഏറ്റവും നല്ലൊരു ഭംഗിക്ക് തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വിച്ച് മേക്സ് ദാറ്റ് ബെഡ്റൂം മോർ എലഗൻറ്റ് ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. അവർ തന്ന ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾക്ക് തീർത്തു കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതെ. അപ്പം